കോഴിക്കോട് മൂഴിക്കലിൽ പെൺകുട്ടിയെ കൊന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് പോലീസ്. പ്രതി അദ്നാൻ ആത്മഹത്യ ചെയ്ത ശേഷം ഫോണുകൾ കിണറ്റിലെത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യും. മരിച്ച ശേഷം അദ്നാൻ എങ്ങാനും പ്രേതമായിട്ട് ഈ ഫോണ് കൊണ്ടുപോയിട്ടതാണോ? ഇതെങ്ങനെയാണ് ഈ ഫോണ് വന്നത്? പോലീസ് മനസ്സിലാക്കുന്നത് ഇതിൽ മൂന്നാമതൊരാളുണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ദിവസങ്ങൾക്ക് മുൻപാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടന്നത്. കോഴിക്കോട് മൂഴിക്കലിൽ 16 വയസ്സുള്ള നസ്രീൻ എന്നുള്ളൊരു പെൺകുട്ടിയെ മൂത്തമ്മാന്റെ മകൻ അദ്നാൻ എന്ന 20-കാരൻ ക്രൂരമായിട്ട് ജീവനില്ലാതാക്കിയത്. ഇപ്പോഴത്തെ പുതിയ ചില നിർണായക വിവരങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതായത് ഈ കൊല്ലപ്പെട്ട നസ്രീൻ്റെ 2 ഫോണുകളും വീട്ടിലെ കിണറ്റിൽ നിന്ന് കണ്ടെത്തി. കൊല്ലപ്പെട്ട നസ്രീൻ്റെ 2 ഫോണുകൾ, അതോടൊപ്പം അദ്നാൻ്റെ ഒരു ഫോണും ഈ കിണറ്റിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ 3 ഫോണുകളും കിണറ്റിൽ വന്നത്? അദ്നാന് മരിച്ചു കിടക്കുന്ന റൂമിൽ നിന്ന് അവൻ്റെ ഒരു ഫോണ് കിട്ടി, രണ്ടാമതൊരു ഫോണ് കിണറ്റിൽ വീണു. അതേപോലെ നസ്രീൻ്റെ 2 ഫോണുകളും കിണറ്റിൽ. മരിച്ച ശേഷം അദ്നാൻ എങ്ങാനും പ്രേതമായിട്ട് ഈ ഫോണ് കൊണ്ടുപോയിട്ടതാണോ? ഇതെങ്ങനെയാണ് ഈ ഫോണ് വന്നത്? പോലീസ് മനസ്സിലാക്കുന്നത് ഇതിൽ മൂന്നാമതൊരാളുണ്ട്. ആരാണ് ആ മൂന്നാമത്തെ ഒരാൾ? അയാൾ എന്തിനാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്? പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കേട്ട കാരണങ്ങളൊന്നുമല്ല ശരിക്കും ഈ ഒരു കൊലപാതകത്തിലുള്ളത്. ഇത് നമ്മൾ കേട്ടൊരു കാരണം എന്താണ്? ഇവനക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, ഇവൻ അവിടുന്ന് എന്തൊക്കെയോ ചില പണം എടുത്തത് നസ്രീൻ കണ്ടെത്തി, അതിൻ്റെ വ്യക്തി വൈരാഗ്യം തീർത്തതാണ്, പിന്നെ മോഷണശ്രമവുമാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതാണ് പോലീസും മാധ്യമങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഫോണുകൾ വളരെ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ മൂന്നാമതൊരാൾ തെളിവ് നശിപ്പിക്കാനുണ്ടായിരുന്നെന്നും എന്തൊക്കെയോ ചിലത് മറച്ചു വെക്കാനാണ് ഈ ഫോണുകൾ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. ഫയർഫോഴ്സ് ഇന്നലെ ആ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. ആ വീട്ടിലേക്ക് കൊലപാതകം നടന്ന ദിവസം ഒരു 7:30 മണിക്കാണ് ഇവൻ വൈകിട്ട് അദ്നാൻ വരുന്നത്. വന്ന സമയത്ത് അവിടെ നിരവധി വിരുന്നുകാരുണ്ട്. ആ വിരുന്നുകാരൊക്കെ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കാൻ ഇവൻ അവിടെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു. എല്ലാവരും മുമ്പാരത്തിരുന്നിട്ട് സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഇരുന്നിട്ട് പടക്കം പൊട്ടിക്കണം ആഘോഷങ്ങൾക്കിടയിലാണ് ഇവൻ എപ്പോഴോ പിറകിലെ വാതിൽ തുറന്നപ്പോൾ അതിലൂടെ അകത്ത് കയറി ഒളിച്ചിരുന്നത്. ഒരു 12:30 മണി സമയത്താണ് എല്ലാവരും വിരുന്നുകാരൊക്കെ പോയി. ആ വീട്ടുകാർ മാത്രം തനിച്ചായി. ഇതിൽ പല മാധ്യമങ്ങളിലും പല വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ആ വല്യമാൻ്റെ തലയിണക്കടിയിലുള്ള ചാവ എടുത്തിട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നസ്രീൻ അത് കണ്ടെത്തിയെന്നും അങ്ങനെയാണ് റൂമിൽ കയറിയിട്ട് അവളെ ഇല്ലാതാക്കി. പക്ഷേ ഈ ഫോണ് നശിപ്പിക്കാൻ മാത്രം ആ കുടുംബത്തിലൊരാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ മറ്റെന്തൊക്കെയോ ഒളിച്ചിരിക്കുന്ന ഒരു ഹിഡൻ കാരണങ്ങളുണ്ട്. ആ കാരണം പുറത്ത് വരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, തുടക്കത്തിൽ ഇവനക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടെന്നോ ഇവനിങ്ങനെ പണം മോഷ്ടിച്ചൊരു സംഭവം ഉണ്ടെന്നോ ഈ വീട്ടുകാർ പറഞ്ഞിരുന്നില്ല. ഇതറിയാവുന്ന അയൽവാസികളാണ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പോലീസ് ആ വിഷയം അന്വേഷിക്കുന്നത്. കാരണം ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടത്, ഈ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ വീട്ടിലൊരു കള്ളം കയറി എന്നൊരു തോന്നലിൽ ആരോ ഉള്ളിൽ കയറിയത് നസ്രീന് മനസ്സിലായപ്പോൾ തൊൽഹത്ത് എന്ന് പറയുന്ന ഒരു ബന്ധുവിനെ നസ്രീനാണ് വിളിച്ചത് എന്നാണ് കേരള കൗമുദിയിലെ വാർത്തയിലുണ്ടായിരുന്നു. അല്ലാഹു അല്ല, വേറെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത കണ്ടില്ല. ഈ തൊൽഹത്താണ് ഈ ഇതിൻ്റെ അടിയിലുള്ള കട്ടലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന കാല് കണ്ടിട്ട് അത് അദ്നാനാണെന്ന് തിരിച്ചറിഞ്ഞാണ് മാതൃഭൂമിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ മാധ്യമങ്ങളിലും പല പല കഥകൾ വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ റിയൽ സ്റ്റോറി, ഇതിൻ്റെ റിയൽ സംഭവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പോലീസിന് പോലും മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ പോലീസ് പുറത്തുകൂടായിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഇതിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോണ് മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം ആ ഫോണിൽ നിന്ന് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും വിഷമം ഉണ്ടാക്കാവുന്ന എന്ത് രഹസ്യങ്ങളാണ് ആ ഫോണിലുള്ളത്. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ട ഒരാളുടെ ഫോൺ എന്തായാലും പോലീസ് പരിശോധിക്കും. കാരണം ആ കൊന്ന ആൾക്ക് കൊല്ലപ്പെട്ട ആളുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണ്, ആ ഫോണിൽ കൂടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അറിയാനാണ് ആ ഫോണ് പരിശോധിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ മുന്നിലുള്ള തടസ്സം ആ ഫോണ് കിട്ടാതായപ്പോഴാണ്. ആ അന്വേഷണത്തിലാണ് ആ കിണറ്റിൽ ഫോൺ ഉണ്ട് എന്നറിഞ്ഞത്. എന്തായാലും അവിടേക്ക് വന്ന ആളുകളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ കൊലപ്പെടുത്തിയ അദ്നാന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിലൊന്നും പോലീസിന് കൃത്യമായിട്ടുള്ളൊരു വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കാരണം അവൻ ആരോടും ഇത്തരം ഒരു സംഭവം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു കേസല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മറച്ചിരിപ്പുണ്ട്. ഞാൻ അതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ വഴി പലരും ഇങ്ങനെ മെസ്സേജ് ഇട്ടു, ഇത് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള സംഭവമല്ല, നിങ്ങൾ ഈ പറയുന്ന കാരണങ്ങളൊന്നുമല്ല. കാരണം ഞാൻ ഈ പറയുന്ന കാരണങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്ന കാരണങ്ങൾ തന്നെയാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ കാരണങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ കമ്പാരിസം അതൊരു സൈക്കോളജിക്കൽ റീസൺ മാത്രമാണ്. അതായത് നമ്മളിങ്ങനെ വീട്ടിലുള്ള കുട്ടികളെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുക, ആ കുട്ടി നല്ലതാണ്, ഈ കുട്ടി മോശമാണ്, ഇത് ആളുകൾക്കുള്ളിൽ പക വർദ്ധിപ്പിക്കാൻ റീസൺ ആവുന്നു മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതുമാത്രമാണ് ഇങ്ങനത്തെ ഒരു ക്രൈം നടക്കാൻ കാരണമെന്നൊന്നും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷെ ചില ആളുകൾ ആ രീതിയിൽ തെറ്റിദ്ധരിച്ചു. പിന്നെ മറ്റൊന്ന്, ഇതിനപ്പുറം ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് പോലീസ് പറയാതെ, മാധ്യമങ്ങൾ പറയാതെ നമ്മളത് ഏറ്റുപിടിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ഈ ഒരു സംഭവം, ഇതിന് പിന്നിലെ ഒരു മൂന്നാമതൊരാളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. ഇന്ന് മനോരമയിലെ ഓൺലൈനിൽ കൊടുത്ത ഹെഡിങ് പോലും അങ്ങനെയായിരുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിലെ മൂന്നാമത്തെ ഒരാൾ? ആ മൂന്നാമത്തെ ഒരാൾ എന്തിന് ഈ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു? അവർ ചെയ്യേണ്ടിയിരുന്ന ഈ പോലീസിൻ്റെ കയ്യിൽ ആ ഫോൺ എടുത്ത് കൊടുത്തിട്ട് ഇത് അതിനാൻ്റെ 2 ഫോൺ, ഇന്നത്തെ മക്കൾക്കൊക്കെ 2-3 ഫോണാണ്, 2 ഫോൺ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം പുറം ലോകത്ത് എത്തുമായിരുന്നു. പക്ഷേ അത് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ അവിടെ ഉണ്ട്. എന്തായാലും നമ്മുടെ കേരള പോലീസാണ് ഒരു തരത്തിലും അവരെ നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുന്നുള്ള ഉറപ്പാണ്. ഇതിൽ കണ്ടെത്തട്ടെ, നമുക്കൊന്ന് കാത്തിരിക്കാം. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് വളരെ വലിയ സന്തോഷം പങ്കുവെക്കാനുണ്ട്. ട്രംപ് എന്ന് നൽകിയ ചില വാക്കുകൾ കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷമായി. സംഗതി മൂപ്പര് തോറ്റിട്ടാണെങ്കിലും ലെബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇനി ലെബനാനിൽ 10 ദിവസത്തേക്ക് യുദ്ധങ്ങളില്ല. ലെബനാനിലെ ഗംഭീരമായിട്ട് ഇസ്രായേൽ സേന അതിക്രമങ്ങൾ നടത്തിയിരുന്നു, 500-ലധികം ആളുകളെ കൊലപ്പെടുത്തിയിരുന്നു. ആ യുദ്ധം 10 ദിവസത്തേക്ക് നിർത്തിവെച്ച് ഒറ്റ കാരണമേ ഉള്ളൂ, ഇറാന്റെ ആവശ്യത്തിന് മുൻപിലാണ് ട്രംപ് ഒടുവിൽ മുട്ടുമടക്കിയത്. കാരണം ഇറാനുമായിട്ട് കളിച്ചാൽ ജയിക്കില്ല എന്നുള്ളത് അമേരിക്കക്ക് കൃത്യമായിട്ട് ബോധ്യമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇറാനെ വരുതിയിൽ നിർത്താൻ ഇറാന് മുന്നോട്ട് വെച്ചൊരു ഡിമാൻഡാണ്, നിങ്ങൾ ഈ ലെബനാനിലെ ആക്രമണം നിർത്തണം. അങ്ങനെ ഒടുവിൽ 10 ദിവസത്തേക്ക് ലെബനാനിൽ ആക്രമണം നിർത്തിവെക്കാൻ തീരുമാനമായി. 10 ദിവസം കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. വെടിനിർത്തൽ തൽക്കാലം അങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക ചെയ്യുക. ഇതിന് പറയുന്നൊരു കാരണം, വീണ്ടും ഒരു ചർച്ച നടക്കാം, 2ാം ഘട്ട ചർച്ച പാകിസ്ഥാനിൽ. ആ ചർച്ചയിൽ ട്രംപ് പറയുന്നത് ഇനി ഒരിക്കലും ഒരു 20 വർഷത്തേക്ക് ഇറാന് അണുവായുധം ഉണ്ടാക്കില്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇറാൻ എല്ലാം അനുകൂലമാണ്, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാവില്ല എന്ന് ട്രംപ് തന്നെ സ്വയം അവകാശപ്പെടാൻ. സത്യത്തിൽ എന്താ കാരണം എന്നറിയോ? അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങളിൽ യുദ്ധത്തിന് പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളൊക്കെ തകർന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. കാരണം 10-22 വർഷമായിട്ട് അമേരിക്ക എന്നെങ്കിലും തങ്ങളെ ആക്രമിക്കുമെന്നുള്ള ധാരണയിൽ മാനസികമായും ശാരീരികമായും എന്താ പറയുക ആയുധപരമായും തയ്യാറെടുത്തൊരു രാജ്യമാണ് ഇറാൻ. ആ ഇറാൻക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് അമേരിക്കയുമായുള്ള യുദ്ധം. അവരത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തു. അവർക്കറിയാം ഖുമേനി കൊല്ലപ്പെടാം, എങ്കിൽ അടുത്ത മുജ്തബ ഖുമേനി വരട്ടെ. ഇങ്ങനെ ഓരോരുത്തരെയും, പിന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന ആൾ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കാടൻ നിയമവും ഇറാനിലുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിൻ്റെ ഭരണത്തിനെതിരെ ആരും പ്രതിഷേധിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇറാന്റെ ആർജവത്തിന് മുൻപിൽ, ഈമാന്റെ മുൻപിൽ അമേരിക്ക മുട്ടുമടക്കി. ഇപ്പൊ സ്വയം പറയാണ്, എനിക്കൊരു സമാധാനത്തിന് നോബൽ പ്രൈസ് വേണം, ഞാനിതാ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു, അതേപോലെ ഇസ്രായേൽ ലെബനാനിൽ നടന്ന യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത്. 1983 ശേഷം ലെബനാന്റെ ഭരണാധികാരിയുമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടേ ഇല്ല. അതടക്കം ആര് സംസാരിപ്പിച്ചു? ട്രംപ് സംസാരിപ്പിച്ചു. കാരണം ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ലെബനാൻ എന്ന ഒഫീഷ്യൽ രാജ്യവുമായിട്ട് പ്രശ്നമില്ല. പക്ഷെ ലെബനാനിലെ ഹിസ്ബുള്ള എന്ന് പേരുള്ള ഒരു സായുധ ഗ്രൂപ്പുമായിട്ടാണ് പ്രശ്നം. ആ സായുധ ഗ്രൂപ്പിന്റെ താവളങ്ങളെയാണ് സത്യത്തിൽ ഇസ്രായേലി നേരിടുന്നത്. അതിൽ പലപ്പോഴും ലെബനാന്റെ ഒഫീഷ്യലി ഉള്ള സൈന്യങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും ഇവിടെ ചർച്ച നടന്നത് ഈ ലെബനാൻ സർക്കാരുമായിട്ടാണ്, അല്ലാതെ ഹിസ്ബുള്ളയുമായിട്ടല്ല. യുദ്ധം ചെയ്യുന്ന ഹിസ്ബുള്ള അറിയുന്നത് വെടിനിർത്തലിന് ശേഷമാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ. ട്രംപ് പറഞ്ഞതുപോലെ എണ്ണയുടെ വിലയൊക്കെ കുറയാൻ പോവുകയാണ്. അങ്ങനെ കുറഞ്ഞാൽ നമുക്കതൊരു വലിയ ആശ്വാസമാണ്. അവർ യുദ്ധം ചെയ്തത് കൊണ്ട് നമുക്ക് നേട്ടങ്ങളൊന്നുമില്ല, കോട്ടങ്ങളല്ലാതെ. അപ്പൊ യുദ്ധം അവസാനിപ്പിക്കുന്നു, ഗൾഫിലൊക്കെ സമാധാനം പുലരുന്നു. ഇപ്പൊ ഗൾഫിൽ ആക്രമണങ്ങളൊന്നുമില്ല, വിമാന സർവീസുകളൊക്കെ പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാലിപ്പോൾ ഈ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുന്നതും ചില മേഖലകളിലെ ആശങ്കകളും ഒക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊരു ശാശ്വതമായ സമാധാനത്തിലേക്ക് വന്നാൽ നമ്മുടെ അടുപ്പിലും എന്ത് ചെയ്യും? തീ പുകയും. ഇപ്പോൾ പല കടകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്യാസിന്റെ പ്രശ്നം കാരണം അടച്ചുപൂട്ടിയ സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് കേൾക്കുന്നൊരു വാർത്ത, ലെബനാനും വെടിനിർത്തി, അതേപോലെ ഇറാനുമായുള്ള സമാധാന ചർച്ച 2ാം ഘട്ടം പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇറാൻ ഒരിക്കലും ഇനി 20 വർഷത്തേക്ക് അണുവായുധം ഉണ്ടാക്കില്ല. ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ നാടും രാജ്യവും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സമാധാനത്തിലാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പൊ ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇങ്ങനെയൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ ചതിയന്മാരാണ്.
അവർ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് അവിടെ പിന്നെയും ബോംബിട്ട ആളുകളെ കൊല്ലലുണ്ട്, കുഞ്ഞുങ്ങളെ അടക്കം. എന്തായാലും ഈ ഒരു വെടിനിർത്തലിൽ ഇസ്രയേൽ ചതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇസ്രയേൽ അവർക്ക് എന്താണോ ആഗ്രഹം വെച്ചാൽ അത് നടത്തും. അവർ ചതിയന്മാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം താഴെ ഒന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.